ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ എഴുതിയ ചെറിയൊരു കഥയുമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഞാൻ എൻ്റെ കഥയുമായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക, അതുപോലെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ? സ്നേഹസാഗരം. രചന അവതരണം മെഹർ. ഉച്ചമയക്കത്തിനായി ബെഡിലേക്ക് കിടക്കാൻ നോക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. വന്ന ആളെ പ്രാഗിക്കൊണ്ട് ഞാൻ വാതിൽ തുറന്നു. അല്ല, ഇതാര്? സജീറോ? കേറി വാ. ഇല്ല, കേറുന്നില്ല. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. വാ, അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട, നീ മറന്ന ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. ആരെ മറന്നെന്നാ നീ പറയുന്നേ? നിന്റെ പെറ്റുമ്മയെ. അല്ലാതാരെയാ? ഇവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നീ അന്വേഷിച്ചോ എങ്ങനെയാ ജീവിക്കുന്നേന്ന്? ഒന്നോർക്കണം, നിനക്ക് ഇനി കാണുന്ന പണവും പത്രാസും ഉണ്ടായത് നിന്റെ ഉമ്മാന്റെ ചോര നീരാക്കിയിട്ടാണ്. അത് നീ മറന്നു. ഇന്നേക്ക് 3 ദിവസമായി നിന്റെ ഉമ്മ പനിച്ച് ബോധമില്ലാതെ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കുന്നു. നിന്റെ മനസ്സിൽ ഇത്തിരിയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ ആ കണ്ണടയുന്നതിന് മുമ്പൊന്ന് പോയി കാണി. സജീറെ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, ഞാൻ നിന്റെ സൽക്കാരത്തിന് വന്നതല്ല, നിന്നെ കണ്ട് 2 വർത്തമാനം പറയാൻ വന്നതാ. പിന്നെ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നീ മറന്ന പോലെ എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ആ കൈകൊണ്ട് കുറെ വെച്ചുണ്ടാക്കിയത് തിന്നതല്ലേ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? അവൻ വയറ്റിൽ കയറിപ്പോയി. ഞാൻ ബെഡിൽ വന്ന് കിടന്നു. കണ്ണടച്ചിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സു മുഴുവനും അവന്റെ വാക്കുകളായിരുന്നു. എന്റെ ഉമ്മ ആശുപത്രിയിൽ ആരും കൂട്ടിനില്ലാതെ. അല്ലാ, പൊറുക്കാനാവാത്ത തെറ്റല്ലേ ഞാൻ ചെയ്തത്? ഓർമ്മകൾ മെല്ലെ എന്നെ ഭൂതകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉമ്മയും ഉപ്പയും ഞാനും അടങ്ങുന്ന ഒരു കുടുംബം, സന്തോഷത്തോടെ ജീവിച്ചിരുന്നു കുടുംബം. തറവാട്ടിൽ ആള് കൂടിയതിനാൽ ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറി. ഒരു ദിവസം പതിവ് പോലെ ജോലിക്ക് പോയ ഉപ്പയെ കൊണ്ടുവന്നത് വെള്ള പുതപ്പിച്ച ആംബുലൻസിലാണ്. അന്ന് എനിക്ക് 6 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളൊരു ബാധ്യത ആയതുകൊണ്ടാവാം ബന്ധുക്കളെല്ലാം മറ്റൊരു വിവാഹത്തിന് ഉമ്മയെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ ഉമ്മ അതിന് തയ്യാറായില്ല. ഞാനും എൻ്റെ മോനും മാത്രം മതി, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അതായിരുന്നു ഉമ്മയുടെ വാക്ക്. അന്ന് എൻ്റെ ഉപ്പാന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ ഷെഡ് വെച്ച് കിട്ടി. അവിടെ ഞങ്ങൾ താമസം തുടങ്ങി. അവിടുന്ന് തുടങ്ങി എൻ്റെ ഉമ്മാന്റെ കഷ്ടപ്പാട്. എനിക്ക് വേണ്ടി അയൽവക്കത്തുള്ള വീടുകളിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് പലരും പല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ഉമ്മ ആ പണി നിർത്തി. അടുത്തുള്ള ഹോട്ടലിൽ ഭണ്ഡാരികളെ സഹായിക്കാനുള്ള പണിയായിരുന്നു. ചെറിയുന്ന മഴയത്ത് ചോർന്നൊലിക്കുന്ന പോലെ ഉറക്കമിളച്ച് ഞാൻ നനയാതെ ചോരുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് കവർ വെച്ചു ചെറിയ പാത്രങ്ങൾ വെച്ചും പുലരുവോളം എന്നെ ഉണർത്താതെ കൂട്ടിരിക്കുന്നു. ഒരിക്കൽ പനിച്ചു വിറച്ച എന്നെ പുലരുവോളം മാറോണ്ടണച്ച് തേങ്ങിക്കരഞ്ഞിരുന്നു. ഒരു കൈ സഹായത്തിന് ആരുമില്ലാതെ ഉമ്മ എന്നെ വളർത്തി. ഇവിടെ വരെ എത്തിക്കാൻ സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ഉമ്മ കഷ്ടപ്പെട്ടിരുന്നു. ഉമ്മയുടെ ആഗ്രഹം പോലെ പഠിച്ചൊരു എഞ്ചിനീയറായി നല്ല കമ്പനിയിൽ തന്നെ ജോലിയും വാങ്ങി. ഒരു സ്ഥലം വാങ്ങി അത്യാവശ്യം നല്ലൊരു വീട് വെച്ച് സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് സെറീന എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അത്യാവശ്യം സ്വത്തും പണവുമുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു അവൾ. ഒരു യത്തീം കുട്ടീനെ എൻ്റെ ഭാര്യയായി കൊണ്ടുവരണമെന്നായിരുന്നു ഉമ്മയുടെ ആഗ്രഹം.
എൻ്റെ ഇഷ്ടത്തേക്കാൾ വലുത് ഉമ്മക്ക് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഉമ്മ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു. ആദ്യമൊക്കെ സെറീനയ്ക്ക് ഉമ്മയെ വലിയ കാര്യമായിരുന്നു. പിന്നെ എന്നോട് പല കുറ്റങ്ങളും കുറവുകളും പറയാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാൻ പ്രതികരിച്ചിരുന്നു. അവൾ ഉമ്മാക്ക് വെറും വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു കൊടുത്തത്. എല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അവൾ പറയുന്ന തലയണ മന്ത്രം കാരണം ഞാനും ഉമ്മാനെ വഴക്ക് പറയാനും മറ്റും തുടങ്ങി. എങ്കിലും ഉമ്മ എല്ലാം സഹിച്ചു. ഒരു ദിവസം എനിക്ക് ചായയും കൊണ്ട് വന്ന ഉമ്മ സെറീനയുടെ വാക്കുകൾ കേൾക്കാനിടയായി. നിങ്ങളെ ഉമ്മാനെ വല്ല വൃദ്ധസദനത്തിനും കൊണ്ടാക്ക്. ഒരു ജോലി പോലും നേരാവണ്ണം ചെയ്യുന്നില്ല. ഇനിയും ഇതിനെ ചുമക്കാൻ എനിക്ക് കഴിയില്ല. അത് കേട്ട ഉമ്മയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചു തട്ടി. അത് കണ്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തള്ളേ, നിങ്ങളിവിടെയുള്ളതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയിറങ്ങിയതാണോ? എല്ലാം നശിപ്പിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല. ഇങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. അതും പറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോയി. ആശ്വാസം നൽകേണ്ടവൻ ആക്ഷേപിച്ചത് കൊണ്ടാകും കണ്ണുനീർ കൊണ്ട് ചിതറിയ ചില്ല് കഷ്ണങ്ങൾ കൊടുക്കുന്നതിനിടയിൽ കൈ മുറിഞ്ഞു. ചോര വരുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചല്ലേ അന്ന് ഞാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ ഉമ്മയെ കണ്ടില്ല. സെറീനയോട് ചോദിച്ചപ്പോൾ ബാഗും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത് കണ്ടു. എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. എങ്കിലും ഞാനെല്ലാം മറന്നു. പടച്ചോനെ, പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ ഞാൻ ചെയ്തത്? അല്ലാ, പുറത്തു തരണേ. ഉമ്മയെ തള്ളിപ്പറഞ്ഞവനാ. ഇന്നത്തെ കാലത്ത് 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച മക്കളെയും ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഉമ്മമാരെയാണ് നാം കാണുന്നത്. എന്നെ വല്ല അനാഥാലയത്തിലുമാക്കി ഉമ്മാക്ക് സ്വന്തം സുഖവും സന്തോഷവും തേടിപ്പോകാമായിരുന്നില്ലേ? പക്ഷെ ഉമ്മ ചെയ്തതോ? എല്ലാ സുഖവും സന്തോഷവും ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരായുസ് മാറ്റിവെച്ചു. ഇല്ല, ഇനിയും വൈകിക്കൂടാ. ചെയ്ത തെറ്റിന് ഉമ്മാനോട് മാപ്പ് ചോദിക്കുന്നു. ഉമ്മ എനിക്ക് തന്ന സ്നേഹം തിരിച്ചു നൽകി. എവിടെയാണെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരും. മനസ്സ് വേദനിച്ചതുപോലെ തന്നെ എന്റെ കണ്ണു അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. വേഗം ചാടി എണീറ്റ് ഡ്രസ്സ് മാറി പോകാൻ ഇറങ്ങുമ്പോഴാണ് സെറീന റൂമിലേക്ക് വന്നത്. എങ്ങോട്ടാ? നിങ്ങളോടാ ചോദിച്ചത്. എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ചിട്ട്? ഒന്ന് പുറത്തേക്ക്. കൂട്ടുകാരൻ വന്ന് പറഞ്ഞതല്ല ഞാൻ കേട്ടു. അതിന്റെ പേരിൽ സെന്റി അടിച്ച് ആ തള്ളയെ കൂട്ടിക്കൊണ്ടുവരാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം നിർത്തടി. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഇനിയും കിട്ടും. എന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എന്റെ ഉമ്മയെ ഉപേക്ഷിച്ചത്. ഇന്ന് ഞാൻ ഉമ്മാനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോകുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ പോയിക്കോ. വരുമ്പോ എന്റെ കൂടെ ഉമ്മയും ഉണ്ടാവും. ഹോസ്പിറ്റലിൽ എത്തി ചോദിച്ചപ്പോൾ സ്ത്രീകളുടെ വാതിൽ സജീർ ഉണ്ടാകുമോ ഉമ്മാന്റെ അടുത്ത്? അവൻ എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള കൂട്ടുകാരനാണ്. വാർഡിലെത്തിയപ്പോൾ കണ്ടു ഒരു കട്ടിലിൽ കിടക്കുന്ന ഉമ്മയെ. അടുത്തുള്ള കസേരയിൽ സജീർ ഇരിക്കുന്നു. നീ വന്നോ? ഇപ്പം ബോധം വന്നപ്പോൾ നിന്നെ ചോദിച്ചിരുന്നു. ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് വന്നു. മയക്കത്തിലാണ്. കയ്യിലൊരു കെട്ടുണ്ട്. സജീറെ, ഉമ്മാന്റെ കൈക്കെന്താ പറ്റിയത്? എന്തോ മുറിവുണ്ടായിരുന്നു. ഷുഗർ കൂടുതലാ, അതുകൊണ്ട് പഴുപ്പുണ്ട്. ഞാൻ എൻ്റെ ഉമ്മാന്റെ കാൽക്കൽ ചെന്നു. കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് കരഞ്ഞു മാപ്പ് പറഞ്ഞു. എന്റെ കണ്ണുനീർ കൊണ്ട് കാല് നനഞ്ഞത് കൊണ്ടാവാം. ഉമ്മ കണ്ണു മോനെ, ഉമ്മ ഈ മോനോട് ക്ഷമിക്കണം. മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തതെന്നറിയാം. എന്നോട് പുറത്തിട്ട് എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. ഞാൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ചെയ്ത തെറ്റിന് പുറത്തു തരണം. എനിക്കൊരു ദേഷ്യവുമില്ല. പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും മോൻ ചെയ്തിട്ടില്ല. മോൻ എന്നും സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോന്റെ മക്കളെ കാണാനും അവരെ കൂടെ ജീവിക്കാനുമെല്ലാം. അതിന് ഭാഗ്യമില്ല. വിധി. എന്നും എൻ്റെ മോൻ സന്തോഷത്തോടെ ഇരിക്കണം. ഉമ്മാക്ക് അത് മതി. നിങ്ങളെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അത് പറഞ്ഞു ചിരിച്ചു. എന്നിട്ട് എൻ്റെ മുടി രണ്ടിലൂടെ വെല്ലോടിച്ചു. പതി ആ കൈ തളർന്ന് പെട്ടിലേക്ക് വീണു. ഉമ്മ. ഞാൻ തലപൊന്തിച്ച് ഉമ്മയെ നോക്കിയപ്പോൾ ഉമ്മാന്റെ കണ്ണുകൾ ഇടുങ്ങി കിടന്നു.
പാതി തുറന്ന കണ്ണുകളെങ്കിലും ആ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്. ഞാൻ ഉമ്മാനെ കുലുക്കി വിളിച്ചു. പക്ഷേ ഞാൻ വിളിച്ച വിളി കേൾക്കാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായിരുന്നു. തളർന്നു വീഴാൻ പോയ എന്നെ സജീവ് ഉമ്മയുടെ മയത്ത് ആംബുലൻസിൽ കയറിയതും വീട്ടിലേക്ക് കൊണ്ടുപോയതുമെല്ലാം യാന്ത്രികമായിരുന്നു. ഒടുവിൽ 6 മണ്ണിൽ ഉമ്മയെ വെച്ച് എല്ലാവരും പോയി. എനിക്ക് പോകാൻ തോന്നിയില്ല. ഞാൻ ആ മീസാൻ കല്ലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. എൻ്റെ ഈ കഥ ഇവിടെ അവസാനിച്ചു. ഉമ്മ അല്ലെങ്കിൽ അമ്മ സ്നേഹസാഗരമാണ്, ഒരിക്കലും വറ്റാത്ത സാഗരം. ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം. അതാരും മറക്കരുത്. അതിന്ന് പലരും മറന്നു പോകുന്നു. ഉമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഉമ്മാക്ക് പകരം വെക്കാൻ ആ സ്നേഹത്തിന് വില പറയാൻ ആർക്കും കഴിയില്ല. ഇന്ന് ഈ ദുനിയാവിൽ, ഈ സമൂഹത്തിൽ ഉമ്മമാരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉമ്മമാരെ ഒഴിവാക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അതിലുപരി ഉമ്മമാരെ സ്നേഹിക്കുന്ന, അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ കൊച്ചു കഥ.